അങ്ങനെ ഞങ്ങൾ മുറുക്കാൻ ചവയ്ക്കാൻ പോവുകയാണ്. ഫ്രണ്ട്സ്, ഇന്നൊരു വെള്ളിയാഴ്ച സ്കൂളുള്ള ദിവസമാണ്. പിന്നെ ഇന്നുള്ള നീലേശ്വര പൊങ്കാലയാണ് കേട്ടോ. അമ്മ പൊങ്കാല ഇടാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള അച്ചാമത ചൂട്ടൊക്കെ ഇവിടെ ഇടയ്ക്ക് കെട്ടി വെച്ചിരിക്കുകയാണ്. പൊങ്കാല ഇടാനുള്ളത് മറ്റു പാത്രങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പൊങ്കാല ഇടാനുള്ള വലിയൊരു ചരുവും പിന്നെ വെള്ളമൊക്കെ വാങ്ങിക്കാനുള്ള ഒരു കുപ്പിയും പിന്നെ ഗ്ലാസും വലിയൊരു തൂക്കുപാത്രവും നമ്മുടെ സ്പൂണും ഒക്കെയാണ് അമ്മ എടുത്ത് വച്ചിട്ടുള്ളത്. അര കിലോ അരി വേവുന്ന അത്രയും കണക്കായിട്ടുള്ളൊരു വെങ്കലമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അമ്മ പാൽപ്പായസമാണ് ഉണ്ടാക്കുന്നത്. നമുക്കെല്ലാവർക്കും അതാണ് ഇഷ്ടം. അമ്മ മാത്രമല്ല അമ്മാമ്മയും വല്യമ്മയും കൂടെ വരുന്നുണ്ട്. എനിക്ക് സ്കൂളുണ്ട്. ഞാൻ സ്കൂളിൽ പോയിട്ട് ഉച്ചയ്ക്ക് വന്നതിന് ശേഷം അമ്മേരെ കൂടെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ എന്നെ അമ്മ സ്കൂളിൽ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയാണെങ്കിൽ റെഡിയായി സാരിയൊക്കെ എടുത്ത് അമ്മമ്മയും വല്യമ്മയൊക്കെ വന്നതിന് ശേഷം അവർ തണലുള്ള വയലിൻ്റെ അടുത്ത് നല്ല കാറ്റും തണലുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചു. എന്നിട്ട് അവിടെയാണെങ്കിൽ ചുടുകട്ടയൊക്കെ വല്യമ്മയ്ക്കും അമ്മയ്ക്കും അമ്മമ്മയ്ക്കും കൂടെ കണക്കായിട്ടുള്ള ചുടുകട്ടയൊക്കെ എടുത്തുകൊണ്ട് വന്ന് 3 കല്ല് വീതം വച്ചിട്ടുണ്ട്. 3 അടുപ്പ് വീതം കൂട്ടിയിട്ടുണ്ട്. അമ്മമ്മേരെയൊക്കെ അടുത്ത് തന്നെ കുറേ പേര് അടുപ്പൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പാൽപ്പായസം ഒരു ശർക്കരയാണ് ഇട്ടത്. അമ്മയും വല്യമ്മയും പാൽപ്പായസവും അമ്മമ്മ ശർക്കരയാണ് ഇട്ടത്. അമ്മമ്മ ഏത് അമ്പലത്തിൽ പോയാലും മിക്ക അമ്പലത്തിൽ പോയാലും ശർക്കര പായസമാണ് ഇടുന്നത്. 1-2 പ്രാവശ്യം മാത്രമേ അമ്മമ്മ പാൽപ്പായസം ഇടത്തുള്ളൂ. അത് നമ്മൾ പറയുമ്പോൾ മാത്രം. സെറ്റ് ചെയ്ത് നമ്മൾ നിന്നപ്പോൾ തന്നെ അവിടെ പണ്ടാരടുപ്പ് കത്തിച്ച് തുടങ്ങിയ ഒരു അമ്മൂമ്മയാണെങ്കിൽ ചൂട്ടിൽ കത്തിച്ചുകൊണ്ട് വന്ന ഓരോ വരെ പണ്ടാര അടുപ്പ് ഇങ്ങനെ കത്തിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ 3 പേരുടെ അടുപ്പും പണ്ടാര അടുപ്പും കത്തിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തുള്ള ആൾക്കാർ ഇതിൽ നിന്ന് പകർന്ന് തീ കത്തിക്കും. ഇരിക്കുന്നതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഒരു വീടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ ആവശ്യമായിട്ടുള്ള വെള്ളവും അരി കഴിയാനുള്ള വെള്ളമൊക്കെ നമ്മൾ എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ചട്ടി ചൂടായി വന്നപ്പോൾ വെള്ളമൊക്കെ ചൂടായി വന്നപ്പോൾ നമ്മുടെ അമ്മാമ്മ അരിയൊക്കെ നല്ല വൃത്തിയൊക്കെ കഴുകി 3 പ്രാവശ്യം ചുറ്റി, ഓരോ പ്രാവശ്യവും അരി എടുക്കുമ്പോൾ 3 പ്രാവശ്യം ചുറ്റി കലത്തിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അമ്മയും വല്യമ്മയും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അമ്മാമ്മയും വല്യമ്മയും അമ്മയും ബാക്കിയുള്ള എല്ലാവരുടെ വായന അമ്മയെ നാരായണ ദേവി നാരായണ സ്വരത്തോടെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഏക്കുംകര ശ്രീ നീലകേശി അമ്മയ്ക്ക് വേണ്ടി ഇവർ പൊങ്കാല ഇടുന്ന എല്ലാവരും സമർപ്പിക്കുകയാണ് ഈ പൊങ്കാല. ഈ വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇങ്ങനെ ഒരു പൊങ്കാല കിട്ടുന്നത്. നമുക്ക് 1 കിലോ പച്ചരി, 1/2 കിലോ പഞ്ചസാര, പാൽ, ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. 50 ഗ്രാമിൻ്റെ ഒരു നെയ്യ്, ഏലക്ക, ഉണക്കമുന്തിരി, പഴം ഓപ്ഷണലാണ്. വേണമെങ്കിൽ ഇട്ടാൽ മതി, നമ്മൾ ഇടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. ഇതേ ഉള്ളൂ, സിമ്പിളാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ പാൽപ്പായസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 3/4 മണിക്കൂർ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ തിളച്ച് പൊങ്ങും. എൻ്റെ കൂടെ നിങ്ങളും കാത്തിരുന്നോളൂ. ഇപ്പോൾ തിളച്ച് പൊങ്ങി വരും. കണ്ടോ, പൊങ്ങിതാ വെളിയിലോട്ട് കളയുമ്പോൾ എല്ലാവരുടെയും കഠിനമായ പ്രാർത്ഥന ഫലമായതാണ്. പിന്നെ ഒരുപാട് സന്തോഷവും ആവും കേട്ടോ. തിളച്ചതിന് ശേഷം നമ്മൾ സ്പൂട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഓരോ സാധനങ്ങളായിട്ടിട്ട് കുറച്ചും കൂടി നന്നായിട്ട് റെഡിയായി വന്നതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കുക. പുറത്ത് നമ്മുടെ വാഴയില വെട്ടി കഴുകിയിട്ട് വച്ച് കൊടുക്കും കേട്ടോ. നമ്മൾ ഇപ്പം തന്നെ തീയൊക്കെ മാറ്റി പായസം റെഡിയാകുമ്പോൾ നമ്മൾ ഇല അതിൻ്റെ മുകളിൽ അടച്ച് വയ്ക്കുന്നതായിരിക്കും. അതിനുശേഷം എല്ലാവരും ആണെങ്കിൽ നിവേദ്യത്തിന് വേണ്ടി കാത്തിരിപ്പാണ്. മറ്റുള്ള ആൾക്കാരൊക്കെ തെരളിയപ്പോൾ മണ്ടപ്പുറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏത് ക്ഷേത്രത്തിലാണെങ്കിൽ ഉണ്ടാക്കാം. പക്ഷെ നമ്മളും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ആറ്റുകാൽ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ അവർ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് എവിടെ പോയാലും എല്ലാവർക്കും പതിവാണല്ലോ അല്ലേ.
പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വല്യമ്മയും അമ്മയും കൂടെ നേരെ എന്നെ എൻ്റെ ഇങ്ങനെ ചേച്ചിയും കൂടെ വിളിക്കാൻ സ്കൂളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ വിളിച്ചതിന് ശേഷം നമ്മൾ നേരെ അമ്പലത്തിൽ പോയി തൊഴാൻ പോയപ്പോഴാണെങ്കിൽ അമ്മേരെ പച്ചപ്പന്തലിൻ്റെ നേർക്ക് നമ്മളെ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് പണ്ടാര അടുപ്പ് കോലമൊക്കെ ഇട്ടിട്ട് മുമ്പിൽ പണ്ടാര അടുപ്പൊക്കെ കത്തിച്ച് അവിടെയും ദേവിക്ക് വേണ്ടി പൊങ്കാല ഇട്ടിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് പൊങ്കാലയൊക്കെ കണ്ടിട്ട് നമ്മുടെ ദേവീനെ നന്നായിട്ടിരുന്നു പ്രാർത്ഥിച്ചു. ഇന്ന് നമ്മുടെ കളങ്കാവിലുണ്ട് കേട്ടോ ഇന്ന് വൈകിട്ട്. അതിന് ശേഷമാണെങ്കിൽ അതിന് പിന്നീട് വീഡിയോ ഇടുന്നതായിരിക്കും. അതിന് ശേഷം നമ്മൾ നേര് സദ്യ ഉണ്ട്, അത് കഴിക്കാൻ പോയി, സമൂഹസദ്യ. അപ്പോഴാണെങ്കിൽ അവിടെ പോയി വരി നിന്നപ്പോഴാണെങ്കിൽ അവരാണെങ്കിൽ നമ്മൾ ജ്യൂസ് ഇവർക്ക് പൊങ്കാല ഇട്ടുകൊണ്ട് നിന്നപ്പോൾ കൊടുത്തതിൻ്റെ ബാക്കി ജ്യൂസ് ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഇങ്ങനെ ഓരോരുത്തർക്ക് തന്നുകൊണ്ടിരുന്നു. വെള്ളം ഒന്ന് കിട്ടിയാൽ മതിയെന്ന് ആഗ്രഹിച്ചു നിന്നപ്പോഴാണ് ഒരു മമ്മ കൊണ്ടുവന്നത്. അത് കുടിച്ച് കഴിഞ്ഞാൽ പറന്ന് മാമ്മമാരിങ്ങനെ ഇതൊരു ബോട്ടിലും മറ്റേ വെള്ളം ഒഴിക്കണ ജഗ്ഗിലും വേറെ തട്ടത്തിലും ഒക്കെ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചുകൊണ്ട് ഇഷ്ടം പോലെ തന്നെ നമ്മൾ എല്ലാത്തിനും കുറച്ച് 2 തരം ജ്യൂസ് ഉണ്ടായി. ആ 2 തരം ജ്യൂസ് ഞാനും അമ്മയും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂടായിട്ട് ഇപ്പം നല്ല ക്ഷീണമല്ലോ, അതുകൊണ്ട് ഞാനും അമ്മയും ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. വരിയൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. ഈ പൊങ്കാല ഇട്ട് കഴിഞ്ഞ് എല്ലാവരും ആണെങ്കിൽ സദ്യ കഴിക്കാൻ വേണ്ടി വരി നിന്ന് ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ കുറേ നേരം വരി നിന്നും ഇരുന്നും ഒക്കെ കഴിഞ്ഞപ്പോൾ അവരാണെങ്കിൽ അകത്ത് കയറ്റി നേടി നമ്മളെ സദ്യ കഴിക്കാനല്ല കൊണ്ടുപോകണം. അകത്ത് മണ്ഡപമില്ലേ, മണ്ഡപത്തിൽ കസാര ഇട്ടിട്ട് നമ്മളെ എല്ലാവരും അതിനകത്ത് ഇരുത്തും. എന്നിട്ട് അകത്ത് സദ്യ കഴിക്കാൻ കയറി എല്ലാവരും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളാണെങ്കിൽ ഓരോ കസാര വഴിയായിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ട് പോകും. നമ്മൾ ആദ്യം അടുത്ത വണ്ടിയിൽ ഇരിക്കാൻ പറ്റിയില്ല, ഏറ്റവും ലാസ്റ്റത്തെ വരി നമ്മൾ ഇരുന്ന്. അതിന് അടുത്തായിട്ട് നമ്മളിപ്പോൾ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇഷ്ടം പോലെ സമയം ഇരുന്നിട്ടുണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ ഇങ്ങനെ ഓരോ കസാരയും ബാക്കിലോട്ട് പോയി ഇരിക്കും കേട്ടോ. ആദ്യം നമ്മൾ അകത്തുള്ള ഒരു കഴിച്ചതിന് ശേഷം ഇലയൊക്കെ ഇട്ടതിന് ശേഷം അടുത്ത് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും ബാക്കിൽ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ വിട്ട് പോവും. അങ്ങനെ ചെയ്യുന്നത് നല്ല കാര്യമാണ്. എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം പുറത്താണെങ്കിൽ നല്ല വെയിലാണ്. അപ്പോൾ ആരും വെയിൽ കൊണ്ട് തലറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മണ്ഡപത്തിൽ കുറേ പേരെ കയറ്റിയിട്ട് ഫാനിൻ്റെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ കുറേ നേരം കാത്തിരുന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ, വെയിലത്ത് നിൽക്കണേക്കാട്ടി അതെല്ലാം നല്ലത്. അങ്ങനെ നിന്നപ്പോഴാണ് കുറേ ആൾക്കാരും ഒരു മാമനും കഴുത്തിൽ മറ്റേ നമ്മുടെ ഫ്ലാഗിൻ്റെ കളർ ത്രിവർണ്ണ പതാകേൻ്റെ കളർ ഷോളൊക്കെ ഇട്ടുകൊണ്ട് കൈയും കുപ്പിക്കൊണ്ട് വരണത്. അപ്പോഴാണ് മനസ്സിലായി ഇപ്പോൾ April 9 ഇലക്ഷൻ തുടങ്ങാൻ പോവുകയല്ലേ. ഇവിടെ വിഴിഞ്ഞത്തുള്ള സ്ഥാനാർത്ഥിയുടെ ഒരാളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഷേക്കൻ്റെയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്കതിനെ വോട്ട് തരണം, വിജയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു പ്രത്യേകത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് സദ്യ കഴിക്കാൻ അകത്ത് കയറാൻ സാഹചര്യം വന്നു. ഞാനും അമ്മയും കൂടെ അകത്ത് കയറി നമ്മൾ 2 പേരും കൂടെ ഇരുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇലയും കുറച്ച് കിച്ചടിയും മാങ്ങാച്ചാറും ഇഞ്ചിക്കറിയും തോരനും പഴവും പപ്പടവും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറി എന്ന് പറയുന്നത് പുളിശ്ശേരി വെച്ച് ഉണ്ടാക്കിയ മഞ്ഞ കിച്ചടി, പുളിശ്ശേരി വെച്ചിട്ടുള്ള കിച്ചടിയാണ്. പണ്ട് ഞാൻ എവിടെ വെച്ച് കിച്ചടി വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൂർത്തിക്ക് വെച്ചുകൊണ്ട് നല്ല മധുരം ഭയങ്കര ഇഷ്ടമായി. അതിനുശേഷം എനിക്ക് എവിടെ കിട്ടിയാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലായിടത്തൊന്നും കിട്ടണമെന്നില്ല, ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് കിട്ടിയപ്പോൾ എനിക്ക് ഇഷ്ടമായി. ഞാൻ അമ്മയുടെ അടുത്തുനിന്ന് വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. പിന്നെ ചോറ് വന്നു, പരിപ്പ് വന്നു, അത് കഴിച്ച് പിന്നെ വീണ്ടും ചോറും സാമ്പാറും വന്നു. അത് കഴിച്ചതിന് ശേഷം പായസം വന്നു. പായസം അടപ്പായസമായിരുന്നു. ഒരുത്തന്നെ പായസം ഉണ്ടായിരുന്നു. അടപ്പായസം കഴിച്ചു കേട്ടോ. അടപ്പായസം കഴിച്ചതിന് ചോറും പിന്നെ പുളിശ്ശേരി വന്നു. പിന്നെ അതിൻ്റെ കൂടെ മോരില്ല രസം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചതിന് ശേഷം
നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു. ഇവിടെ വന്നിട്ട് അമ്മയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പാൽപ്പായസം വെച്ചെന്ന്, ആ പാൽപ്പായസം ഇരുന്നിരുന്ന് കട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ നന്നായിട്ടൊന്ന് അച്ഛമ്മ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം 2 പാത്രം ഇങ്ങനെ ആക്കി, ഒന്ന് വലിയൊരു പാത്രത്തിൽ നിറയെ ആക്കി എൻ്റെ മാമിക്ക് കൊടുത്തു. പിന്നെ വേറൊരു പാത്രം 3/4 ഭാഗം ആക്കിയിട്ട് അവിടെ മുകളിലൊരു നമ്മൾ മുട്ടയൊക്കെ കൊടുക്കുന്ന മുസ്ലിം മാമിയുണ്ടെന്ന് അറിയാലോ, ആ പേര് സുമാൻറ്റി. ആ സുമാൻറ്റിക്ക് നമ്മൾ കൊടുക്കും കേട്ടോ. എന്ന് പായസം ഇട്ടാൽ നമ്മൾ കൊടുക്കും. ആൻറ്റിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ആ ആൻറ്റിക്ക് ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ല അതൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ പാസ്സാക്കിയതിന് ശേഷം ഇങ്ങനെ ഇരുന്നപ്പം ചമ്മ പറഞ്ഞു എനിക്ക് മുറുക്കൻ വെറ്റിലയും പാക്കും ചുണ്ണാമ്പും കിട്ടിയിട്ടുണ്ട്, അമ്പലത്തിന് കിട്ടി, നമുക്ക് അതും മുറുക്കാന്ന്. കൊച്ചിലെ തൊട്ട് ഞാൻ കഴിക്കും, പക്ഷെ എല്ലാ ദിവസവും അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ മുറുക്കാൻ ചവയ്ക്കാൻ പോവുകയാണ്. വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് കഴിക്കുന്നത്. ഈ വർഷത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാമിയും ഞാനും മാമിയും ചേച്ചിമാരും അച്ഛമ്മയും മാത്രമേ കഴിക്കത്തുള്ളൂ, അമ്മ കഴിക്കത്തില്ല കേട്ടോ. പിന്നെ ആദ്യം തന്നെ മാമിക്കാണെങ്കിൽ മറ്റേ നമ്മുടെ പാക്കില്ലേ, പാക്കിലാണെങ്കിൽ ഒരു തൊലിയുണ്ട്, ആ തൊലി നമ്മൾ കളഞ്ഞില്ലെങ്കിൽ തല ഇറങ്ങും. അതുകൊണ്ട് മാമിയാണെങ്കിൽ പിച്ചാത്തി വെച്ച് അതിൻ്റെ തൊലി, പിന്നെ അകത്തെന്തോ വെള്ള കളർ സാധനമുണ്ട്, അതൊക്കെ ഇങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കണം. ഭയങ്കര പാടാണെന്ന് മാമി പറഞ്ഞങ്ങനെ ചെത്ത. അതുകൊണ്ട് നമ്മൾ മാറി എന്ന് പേരെടുത്ത് മാമി അങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കണം. പിന്നെ 2 ഭാഗമുള്ളത്, ഒന്ന് മാമി ചെത്തിക്കൊണ്ട് ഇനി അടുത്ത ചെത്തിക്കൊണ്ടിരിക്കണം. അപ്പോഴത്തേക്ക് അച്ചാമ്മയാണെങ്കിൽ വെറ്റിലേക്ക് എടുത്തുകൊണ്ട് വന്ന് നന്നായിട്ട് വെള്ളത്തിൽ കഴുകി. ഈ ചുണ്ണാമ്പ് നമ്മൾ ഒരുപാട് എടുക്കത്തില്ല, ഒരുപാട് എടുത്താണെങ്കിൽ ഇപ്പോൾ തല കറങ്ങി വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ശകല ഒത്തുപൂരം മാത്രമേ നമ്മൾ ചുണ്ണാമ്പ് എടുക്കത്തുള്ളൂ കേട്ടോ. അത് നിങ്ങൾ നേരത്തെ പറയും. പിന്നെ പാക്കും ഒരുപാട് കഴിച്ചുകൂടാം. നമ്മുടെ വെറ്റില അല്ലാത്ത കുറച്ചൊക്കെ കഴിക്കാം നമുക്ക്. അങ്ങനെ അതിനുശേഷം നമ്മൾ ഇവിടെ പാക്ക് ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ ഇടിവെല്ല് വെച്ചിട്ട് നമുക്ക് അടിച്ച് പൊടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇടിവെല്ല് വെച്ച് നന്നായിട്ട് കുറഞ്ഞ് കഴിഞ്ഞിട്ട് അടിച്ചതിന് ശേഷം നമ്മളെന്താ ഇല എടുത്തിട്ട് അതിനകത്തോട്ട് ചുണ്ണാമ്പ് കുറച്ച് ഇങ്ങനെ തേച്ചിട്ട് അങ്ങനെ എല്ലാ ഇലയും തേച്ചിട്ട് നമ്മൾ ഇടിച്ച് നമ്മുടെ ഇടിയിലിനകത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇടിച്ച് അങ്ങനെ പാക്കും വെറ്റിലയും നമ്മളിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇടിച്ച് നന്നായിട്ട് ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് നന്നായിട്ട് ഇടിച്ചിടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങോട്ട് ഇടിച്ചിടിച്ചിടിച്ച് എടുത്തതിന് ശേഷം അച്ഛമ്മ നമ്മളെ ഓരോരുത്തരായിട്ട് വിളിച്ച് ഓരോരുത്തരായിട്ട് വാ നമ്മൾ കുറച്ചായിട്ട് തരാം. അങ്ങനെ എനിക്ക് മേടിച്ച് കഴിഞ്ഞ ഉടനെ ഞാൻ അമ്മയുടെ ഒരു ഫോൺ കൊടുത്ത് ഞാൻ ചേച്ചിമാർ ഓടിപ്പോയി. ഞാൻ ചെറുതീന്ന് വലുതിലോട്ട് കൊടുക്കാൻ പറഞ്ഞാൽ ആദ്യം അച്ഛമ്മ എനിക്ക് തന്നോട്ട്. ആദ്യം തന്നെ നമുക്കൊരു ചെറിയൊരു എരിയും ഒരു എഫക്റ്റ് ഫീൽ ചെയ്യും. അതിനുശേഷം പിന്നെ നമുക്കെന്താ ചവച്ചുകൊണ്ട് ഇത് നമ്മൾ ഒരിക്കലും ചവച്ചിളക്കാൻ പാടില്ല, തുപ്പണം കേട്ടോ. അങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുമ്പം കുറേ നേരം ചവയ്ക്കുമ്പോൾ ഇതിനകത്ത് ചുണ്ണാമ്പിന്ന് റെഡ് കളർ ഒരു വെള്ളം വരും. ആ വെള്ളം നമ്മൾ തുപ്പിക്കളയും. വീണ്ടും ചവച്ച് വരും. വീണ്ടും അങ്ങനെ വരുന്നു, തുപ്പിക്കളയും. ചവച്ച് അത് ഫുള്ള് വെള്ളമാകുമ്പോൾ നമ്മൾ തുപ്പിക്കളഞ്ഞിട്ട് വായൊക്കെ കഴിയും. ചിലവർക്കാണെങ്കിൽ നാക്ക് നല്ല ചുമന്നിരിക്കും. എനിക്ക് ചേച്ചിമാർക്കും അച്ചാമ്മയ്ക്കും ആണെങ്കിലും നാക്ക് നന്നായി ചുമന്നിട്ടുണ്ടായിരുന്നു. മാമിക്ക് മാത്രം ചുമന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചവച്ച് തുപ്പും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. കൂടുതലും എൻ്റെ അച്ചാമ്മയ്ക്കും ആ ചേച്ചിക്കും നല്ല ചുവപ്പ് വന്ന് കണ്ടോ, നല്ല ചുവപ്പ് വന്ന്. എൻ്റെ മാമിക്ക് മാത്രം ചുവപ്പ് ഒന്നുമേ വന്നില്ല. നമ്മൾ കളിയാക്കിയേട്ടാ മാമിക്ക് ചുമന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കി എനിക്കും കുറച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒന്നുമല്ല ഗൈസ് എന്ന് പറയുന്നത്, എൻ്റെ അനിയനാണ് നമ്മുടെ നാക്ക് എൻ്റെ ചുമന്നിരിക്കണ കണ്ടിട്ട് എൻ്റെ അനിയൻ കിടന്ന് പേടിച്ച് കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയാണ് എൻ്റെ അനിയനെ സോപ്പിട്ട് കരച്ചിലൊക്കെ മാറ്റി ഇന്നത്തെ കുഞ്ഞെടുത്തുള്ള ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്നു. ബൈ.